സിൽവർ ലൈനിൽ തുടരുന്ന സമരങ്ങൾ. സിൽവർ ലൈനിൽ അന്തിമ അനുമതി തേടി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക്. നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരുമായി കേരയിൽ MD ചർച്ച നടത്തും. അതിനിടെ രാജ്യസഭയിൽ റെയിൽവേയുടെ ധനാഭ്യർത്ഥന ചർച്ചയിൽ കേരളിനെതിരെ വി മുരളീധരനും KC വേണുഗോപാലും രംഗത്തെത്തി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രി ഒരടി പോലും പിന്നോട്ടില്ല. അന്തിമാനുമതി വേഗത്തിലാക്കാൻ ചർച്ചകൾക്ക് മുഖ്യമന്ത്രി നാളെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് അനുമതികൾ വേഗത്തിലാക്കാനാണ് നീക്കം. റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരുമായി കേരയിൽ MD ചർച്ച നടത്തിയിരുന്നു. അതേസമയം കേരയിൽ പ്രതിഷേധ സമരം രാജ്യസഭയിലും ചർച്ചയായി. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MPയാണ് വിഷയം ഉന്നയിച്ചത്. The states have to come forward and to be collaborators of such projects. Sir, we are a poor state. We adhered to the decision of the cabinet. We signed joint venture with the railways. Now the minister is distancing away from the project and joining the disruptors to defeat this project. സിൽവർ ലൈനിന്റെ പേരിൽ കേരള സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല. പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നു. പദ്ധതി കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. It's a serious law and order situation that is emerging in Kerala. Don't punish the people of Kerala. I request the Honorable Railway Minister to look into this aspect and take a view, a considered view, looking at all these aspects and see that such disastrous projects are not supported by the government of Narendra Modi ji. കേരളിന് അനുമതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് രാജ്യസഭയിൽ KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. Why this hurry of Silver Line project, my dear colleagues? Why this project? 30,000 family is going to be evicted. Can you imagine that a communist government is bulldozing all these things? എല്ലാ ആശങ്കകളും പരിഹരിച്ചു മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്ന് ബിനോയ് വിശ്വം MP രാജ്യസഭയിൽ പറഞ്ഞു. Kerala government is a left government. That government will not forget the rights of the people. That government will not forget the concept of the environment. And the government has assured that Kerala will be implemented only take into consideration the people's rights and concerns and the environment. That's the position of the Kerala government, which was stated by the Chief Minister always. And we stand by that. Thank you. The next speaker is കേരയിൽ വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ കോൺഗ്രസും BJPയും നിലപാട് ഘടിപ്പിച്ചതോടെ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച നിർണായകമാകും. ന്യൂസ് 18 ഡൽഹി. മന്ത്രി സജി ചെറിയാനുമായി സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം. ചെങ്ങന്നൂരിൽ മന്ത്രിയുടെ വീട് ഇരിക്കുന്ന സ്ഥലത്താണ് അലൈൻമെന്റ് മാറ്റിയതെന്ന് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആരോപിച്ചു. അലൈൻമെന്റ് തീരുമാനിക്കുന്നത് താനല്ല എന്നും വേണ്ടിവന്നാൽ വീട് വിട്ടു നൽകാൻ തയ്യാറാണെന്നും സജി ചെറിയാൻ മറുപടി നൽകി. ഒരു വശത്ത് അവരുടെ നിർദ്ദിഷ്ട കേരയിൽ വരുന്നതിന്റെ ഇടതുവശത്ത് വയ്ക്കുന്ന കുറെ സ്ഥാപനങ്ങളും ഇപ്പോൾ കേരളിന്റെ മാപ്പിനകത്ത് കാണുന്നത് വലതുവശത്തുള്ളത്. സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു മാറ്റം ഉണ്ടായില്ലേ? ആർക്കു വേണ്ടി? ഈ മാറ്റത്തിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? അതെന്താണ് എന്നുള്ളത് കേരളിന്റെ MD പറയണം. അതോടൊപ്പം എന്നെ വിളിച്ച ശ്രീ സജി ചെറിയാനും ഒന്ന് ജനങ്ങളോട് വിശദീകരിക്കണം. പ്രതിപക്ഷത്തു നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വിവാദത്തിന് തുടക്കം കുറിച്ചത്. സജി ചെറിയാന്റെ വീടിരിക്കുന്ന ചെങ്ങന്നൂർ കുറിച്ചിമുട്ടത്താണ് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിന് മറുപടിയുമായി മന്ത്രി രംഗത്തെത്തി. നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെന്റ് സജി ചെറിയാൻ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? അതിന് ഞാനൊരു മറുപടി ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. എൻ്റെ സ്ഥലത്തൂടെ അതേ മുൻകൈ എടുത്ത് അലൈൻമെന്റ് നിശ്ചയിച്ച് ഇത് വിടുക. എനിക്കൊരു പൈസയും വേണ്ട. ആ പണം അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കാം. ഞാൻ ആ സ്ഥലം ഒരു ചാരിറ്റി സംഘടനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കിട്ടുന്ന പണം അദ്ദേഹം ആ ചാരിറ്റി സംഘടനയ്ക്ക് കൊടുത്താൽ മതി. സജി ചെറിയാന്റെ ഈ വിശദീകരണത്തിന് മറുപടിയുമായി വീണ്ടും തിരുവഞ്ചൂർ മാധ്യമങ്ങളെ കണ്ടു. അലൈൻമെന്റിൽ മാറ്റമുണ്ടോ എന്ന് പറയേണ്ടത് കേരയിൽ MD എന്നും തിരുവഞ്ചൂർ. ആ പഞ്ചായത്തിൽ തന്നെയാണ്
ഞാൻ ആ മാപ്പ് നിങ്ങൾക്ക് തന്നല്ലോ. ആ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞത് എന്തോ ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സജി ചെറിയാനെതിരെ ആരോപണവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ആദ്യം ഉണ്ടായിരുന്ന അലൈൻമെന്റിൽ കാര്യമായ മാറ്റങ്ങൾ പിന്നീട് വരുത്തുകയുണ്ടായി. അത് സമ്മർദ്ദത്തിന്റെയും സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. സിൽവർ ലൈനിൽ ബഫർ സോണില്ലെന്ന സജി ചെറിയാന്റെ ആരോപണം വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് സജി ചെറിയാനു വേണ്ടി അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആരോപണം ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സിൽവർ ലൈൻ ബഫർ സോണിൽ മന്ത്രി സജി ചെറിയാനെ തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സിൽവർ ലൈനിൽ ബഫർ സോൺ ഉണ്ടാകും. മന്ത്രി പറഞ്ഞതല്ല, കേരള MD പറഞ്ഞതാണ് ശരി. ഹൈക്കോടതി പറഞ്ഞത് പ്രകാരമുള്ള നടപടിയാണ് നടക്കുന്നത്. നഷ്ടപരിഹാരം നൽകിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൂവെന്നും കോടിയേരി പറഞ്ഞു. എല്ലാ റെയിൽ പദ്ധതിക്കും സംരക്ഷിത മേഖലയുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടുള്ള ഇതിലുമുണ്ട്. അത് കേരള MD വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കേരള MD പറഞ്ഞതാണ് അതിന്റെ ശരിയായിട്ടുള്ള വശം. അത് എല്ലാ ആളുകളും ഈ പദ്ധതി സംബന്ധിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ ഈ സമരം തന്നെ വരുന്നത്. ഈ കല്ല് എടുത്തുകൊണ്ട് പോയാലും ഈ പദ്ധതി നടക്കും. ഈ കല്ല് കുറെ കല്ല് എടുത്തുകൂട്ടി കോൺഗ്രസ് ഓഫീസിൽ കൊണ്ട് വെച്ചുകൊണ്ടൊന്നും ഈ പദ്ധതി ഇല്ലാതാവില്ല. കല്ലിടാതെയും ഇത് നടത്താം. കോടിയേരിയുടെ പ്രതികരണത്തിന് പിന്നാലെ സിൽവർ ലൈൻ ബഫർ സോണുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്തി സജി ചെറിയാൻ. പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് ശരി. തനിക്ക് തെറ്റുപറ്റിയതാകാമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഇല്ല, ഞങ്ങളെല്ലാം പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ സേഫ്റ്റി സോണാണ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ബഫർ സോണാണ്. ഇതെല്ലാം ഒന്ന് തന്നെ. അത് നിങ്ങൾ DPR നോക്കിയാണ്. അപ്പൊ ഇല്ല എന്നുള്ളതിനെ ഉറച്ചു നിൽക്കുകയാണ്. ഇല്ലില്ല, എന്റെ DPRനകത്ത് എന്താ ഉള്ളത്? അതാ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അല്ല, പക്ഷേ MD പറഞ്ഞത് ബഫർ സോൺ ഉണ്ട് എന്നാണ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പറഞ്ഞതാണ് ശരിയെന്നാണ്. സെക്രട്ടറി പറഞ്ഞത് ഞാൻ അംഗീകരിക്കും. എന്റെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ അത് ഞാൻ അംഗീകരിക്കും. സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചും എതിർത്തും ഇന്നും രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോര്. പദ്ധതിയിലൂടെ 10% കമ്മീഷനാണ് CPM ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആരോപിച്ചു. ഈ ലൈൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മിക്കവാറും ഞാൻ കാണുന്നു പിണറായി വിജയന്റെ നന്ദിഗ്രാം ആകാനാണ് സാധ്യത. നന്ദിഗ്രാം സംഭവിച്ച് നന്ദിഗ്രാം കഴിഞ്ഞപ്പോൾ ബംഗാളിൽ നിന്ന് പാർട്ടി തുടച്ചു നീക്കിയതുപോലെ കേരളയിൽ സമരം തീരുമ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ന പാർട്ടി ഈ മണ്ഡലത്തിൽ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം പോലുമില്ല. എന്തുകൊണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? ഒരുപാട് CPMക്കാർ അംഗത്വം ആവശ്യപ്പെടുന്നു. ആദ്യത്തെ സംഭവമാണത്. എന്റെ രാഷ്ട്രീയ ഓർമ്മയിൽ CPMക്കാർ ഇങ്ങോട്ട് വന്ന് മെമ്പർഷിപ്പിന് ചോദിച്ച കഥയുണ്ടായിട്ടില്ല. സർക്കാർ ജനവികാരം മനസ്സിലാക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. Any government in a democracy will be keep itself informed fully of the people's sentiment. Democratically elected government definitely keep themselves informed of the people's sentiments. They are aware. എന്നാൽ പ്രതിപക്ഷ സമരം പരിഹാസമെന്നായിരുന്നു LDF കൺവീനർ A. വിജയരാഘവന്റെ പ്രതികരണം. സിൽവർ ലൈൻ അടയാളക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും പ്രതിഷേധം. ചോറ്റാനിക്കരയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞ പ്രതിഷേധക്കാർ കല്ലുകൾ പിഴുതുമാറ്റി. മലപ്പുറം തവനൂരിലും ജനങ്ങൾ സംഘടിച്ചു. ആറ്റിങ്ങലിൽ BJPയുടെ നേതൃത്വത്തിൽ സർവേ കല്ലുകൾ പിഴുതുമാറ്റി. സിൽവർ ലൈനിന് എതിരായ പ്രതിഷേധം ചോറ്റാനിക്കരയിൽ ശക്തമാവുകയാണ്. കിടങ്ങയത്ത് സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. 5 കല്ലുകൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ പിഴുതുമാറ്റി. കോൺഗ്രസ് നേതാക്കളും സമരസമിതിക്ക് പിന്തുണയുമായി എത്തി. പ്രതിഷേധം കണക്കിലെടുത്ത 5 സംഘങ്ങളായി തിരിഞ്ഞാണ് കല്ലിടൽ നടക്കുന്നത്. മലപ്പുറം തവനൂരിൽ കാർഷിക എഞ്ചിനീയറിംഗ് ക്യാമ്പസിലായിരുന്നു സർവേ. ക്യാമ്പസിനകത്ത് കല്ലുകൾ സ്ഥാപിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണം സർവേ നിർത്തിവെക്കേണ്ടി വന്നു. ക്യാമ്പസിന് പുറത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവുമായി എത്തി. ക്യാമ്പസിന്റെ ഗേറ്റ് പൂട്ടി പോലീസ് സമരക്കാരെ തടഞ്ഞു.
പോലീസുകാരെ നിങ്ങളെ സഹായിക്കാനുള്ളവരാ. അപ്പൊ തല്ലൊന്നുമില്ല, തല്ലാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടാവും, നാട്ടുകാർ മുഴുവൻ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. മരിക്കൊന്നുമില്ല, കുറെ കാലം ഇരുന്നോളൂ. വെള്ളം വേണോ? ഇങ്ങനെ പോവാ? വണ്ടി ഉണ്ടോ? ഇങ്ങനെ പോവാ? ആറ്റിങ്ങൽ കിഴുവിലത്ത് BJPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപിച്ച സർവേ കല്ലുകൾ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പിഴുതുമാറ്റി. CPM-നും സർക്കാരിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിന്റെ പ്രതിഫലം ലഭിച്ചിട്ടുണ്ട്. അവർക്കുള്ള പ്രത്യുപകാരമായിട്ടാണ് ഇപ്പോൾ ഈ ധൃതി പിടിച്ച നടപടി പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായ കോഴിക്കോട് ഇന്നും സർവേ ഉണ്ടായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിൽവർ ലൈൻ പ്രതിഷേധം തണുപ്പിക്കാൻ ശബരിമല മോഡൽ വിശദീകരണത്തിന് CPM. വീടുകൾ നഷ്ടപ്പെടുന്നവരെ പാർട്ടി നേതാക്കളും MLA-മാരും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് തീരുമാനം. കല്ലിടൽ വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇതിന് പകരം മാർഗങ്ങളെ സർക്കാരും ആലോചിക്കുന്നുണ്ട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക malayalam.news18.com. പാലക്കാട് സർക്കാർ മോയിൻസ് സ്കൂളിലെ നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധവുമായി നർത്തകി ഡോക്ടർ നീന പ്രസാദ്. നടപടി ഏറെ അപമാനമുണ്ടാക്കി. ഇത്തരത്തിലുള്ള അനുഭവം ഒരു കലാകാരനോ കലാകാരിക്കോ ഉണ്ടാകാൻ പാടില്ല എന്ന് നീന പ്രസാദ് ന്യൂസ് 18നോട് പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുമ്പോൾ യു ഷുഡ് ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി. അത് ദർ ഇസ് മോറൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതല്ലെങ്കിൽ യു വിൽ ഫോൾ ഇൻ ദ ഐസ് ഓഫ് പീപ്പിൾ. എൻ്റെ തൊഴിലിടത്തിന് ഒരു സ്ത്രീ എന്ന നിലയിൽ, കലാകാരി എന്ന നിലയിൽ അപമാനിക്കപ്പെട്ടത് മാത്രമാണ് എൻ്റെ വിഷയം. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പാലക്കാട് സർക്കാർ മോയിൻസ് സ്കൂളിൽ നീന പ്രസാദിന്റെ നൃത്തപരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. ശബ്ദ മലിനീകരണമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ജഡ്ജി പരിപാടി നിർത്തിവെക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. ഇതിനിടെ നാളെ മോയിൻസ് സ്കൂളിൽ അധ്യാപകർക്ക് നൽകാനിരുന്ന യാത്രയയപ്പ് പരിപാടിക്കും ശബ്ദ നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലാ ജഡ്ജിയുടെ നിലപാടിനെതിരെ അഭിഭാഷകർ പാലക്കാട് ജില്ലാ കോടതിയിൽ പ്രതിഷേധ സമരം നടത്തി. നീന പ്രസാദിന്റെ നൃത്തം തടഞ്ഞ നടപടിയിൽ പ്രതിഷേധവുമായി ഭാഗ്യലക്ഷ്മി. കോവിഡ് പ്രതിസന്ധിയിൽ 2 വർഷം വീടുകളിൽ ഇരുന്ന ശേഷമാണ് കലാകാരന്മാർ വേദിയിലെത്തിയത്. അതിനുശേഷവും ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. അപ്പൊ ഇപ്പോഴാണ് കുറച്ചൊന്ന് വേദികളൊക്കെ തുറന്നു കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന ഒരു വേദി അവരുടെ ഒരു വലിയ സന്തോഷവും അവരുടെ വലിയ ഉപജീവന മാർഗവും ഒക്കെയാണ്. തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ്. നീന പ്രസാദിന്റെ നൃത്തം തടഞ്ഞ സംഭവം പിണറായി ഭരണത്തിന് കീഴിൽ കേരളത്തിലെ താലിബാനിസത്തിന് മറ്റൊരു ഉദാഹരണമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. കേരളത്തിന്റെ സ്വന്തം നൃത്തരൂപം തടഞ്ഞത് അപമാനകരമാണെന്നും വി മുരളീധരൻ ട്വിറ്ററിലൂടെ വിമർശിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവിന് കേന്ദ്രം. മാസ്ക് ധരിക്കാത്തതിലുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാക്കാമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. എന്നാൽ മാസ്ക് ഉപയോഗം തുടരണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡിനെ തുടർന്ന് 2020-ലാണ് മാസ്ക്, ആൾക്കൂട്ടം തടഞ്ഞുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ എന്നിവ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയത്. നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ കേസെടുക്കാനും പിഴ ഈടാക്കാനും വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ ഉത്തരവിന്റെ കാലാവധി മാർച്ച് 25 വരെയാണ്. എന്നാൽ ഇനി ഉത്തരവ് നീട്ടേണ്ടതില്ല എന്നാണ് കേന്ദ്ര തീരുമാനം. നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിലുള്ള ശിക്ഷാ നടപടി ഇനി എടുക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. ഇതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ശിക്ഷാ നടപടികൾ ഒഴിവാക്കി ഉത്തരവിറക്കും. ആൾക്കൂട്ട നിയന്ത്രണം ഒഴിവാക്കും. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ നിർദ്ദേശങ്ങൾ തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം.
സംസ്ഥാനത്ത് നിന്ന് 702 പേർക്ക് കോവിഡ് 24 മണിക്കൂറിനിടെ 23,238 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 2 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. രേഖകൾ വൈകി ലഭിച്ച 6 മരണങ്ങളും പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 53 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടെ സംസ്ഥാനത്താകെ കോവിഡ് മരണം 67,476. തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 90 പൈസയും ഡീസൽ ലിറ്ററിന് 84 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. വില വർധനവിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് എംപിമാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. ബസ് ചാർജ് വർധന വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് അർദ്ധരാത്രി മുതൽ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. പലതവണ ചർച്ച നടന്നിട്ടും തീരുമാനമായിരുന്നില്ലെന്നും ഇനിയും കാത്തിരിക്കാനാകില്ല എന്നുമാണ് ബസ് ഉടമകളുടെ നിലപാട്. മന്ത്രിയെ നേരിട്ട് കണ്ട് ബസ് ഉടമകൾ സമരത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ധാമിക്കൊപ്പം 8 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഡെറാഡൂണിലെ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. നടൻ ദിലീപിനെയും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെയും പുറത്താക്കാൻ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ നിർണായക നീക്കം. നിലവിൽ ഫിയോക്കിന്റെ ആജീവനാന്ത ചെയർമാനായ ദിലീപിനെയും വൈസ് ചെയർമാനായ ആന്റണി പെരുമ്പാവൂരിനെയും സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാൻ ഭരണഘടനാ ഭേദഗതിക്കാണ് ഫിയോക്ക് ഒരുങ്ങുന്നത്. ഈ 31-ന് ജനറൽ ബോഡി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ തടി ഫാക്ടറിയിൽ തീപിടിച്ച 11 പേർ മരിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരം. ഭോയ്ഗുഡയിലെ തടി ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട്ട് മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചേപ്പാട് സ്വദേശി ശബരിയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കിൽ നിന്ന് പണം പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം. കൊച്ചി മെട്രോ ഇൻസ്പെക്ടർ ആനന്ദലാൽ, മേപ്പാടി SI AB വിപിൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. നടൻ വിനായകനെതിരെ ഹരീഷ് പെരടി. സെക്സ് ചെയ്യാൻ താൽപര്യം തോന്നുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഇനിയും ചോദിക്കുമെന്ന വിവാദ പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനം. താരസംഘടനയായ അമ്മയിലെ ഏതെങ്കിലും ഒരു അംഗമാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ അവരെ ചാടിക്കടിക്കാൻ WCCയും പുരോഗമന മൂടുതാങ്ങികളും രംഗത്ത് വരുമായിരുന്നുവെന്നും ഹരീഷ് പെരടി. ശശി തരൂരിനെതിരെ KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിക്കാതെ ദേശീയ നേതൃത്വത്തോട് ചോദിക്കാമെന്ന തരൂരിന്റെ നിലപാട് അച്ചടക്ക ലംഘനമാണെന്ന് മുല്ലപ്പള്ളി. മുല്ലപ്പെരിയാർ ഹർജികളിൽ സുപ്രീം കോടതിയിലെ അന്തിമവാദം തുടങ്ങി. മേൽനോട്ട സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ശിക്ഷാ കാലാവധി കഴിഞ്ഞ 67 തടവുകാരെ വിട്ടയക്കണമെന്ന ശുപാർശയിൽ കൂടുതൽ പരിശോധനയ്ക്ക് മന്ത്രിസഭാ തീരുമാനം. ഓരോ തടവുകാരുടെയും കാര്യത്തിൽ പ്രത്യേക പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. പോലീസിൽ പുതിയ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് മന്ത്രിസഭായോഗ തീരുമാനം. 233 തസ്തികകൾ സൃഷ്ടിക്കുന്നതിനെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ധനവകുപ്പ് എതിർത്തിരുന്നത്.